ഡാടാ നീ ഞാൻ പറയുന്ന കേട്ടാ മതി. +1 നീ സയൻസ് എടുക്കുന്നുള്ളൂ. അച്ഛാ ഞാനല്ലേ പഠിക്കുന്നത്, അപ്പൊ എന്ത് പഠിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി. ഞാൻ തീരുമാനമൊക്കെ എടുക്കണതേ നീ സ്വന്തമായിട്ട് സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്റെ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോടാ. രാവിലെ പഠിക്കാൻ വേണ്ടി എണീപ്പിച്ചിരുത്തിയപ്പം ഇരുന്ന് ഉറങ്ങണ. അച്ഛാ അത് ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇന്ന് ഏത് പോർഷൻ പഠിക്കണത്? മാത്സ്. ബെസ്റ്റ്. അല്ലെങ്കിൽ മാത്സിന് നീ വീക്കാണ്. അതിൻ്റെ കൂടെ ഉറങ്ങിയും കൂടെ ചെയ്യും. എടാ ഇപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിനക്ക് നാളെ നല്ല പൊസിഷനിലെത്താം. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് നിന്റെ ചേട്ടൻ ഇന്ന് നല്ല നിലയിലിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്ക്. അച്ഛാ നല്ല തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ ഒരു 5 മിനിറ്റ് കിടന്നുറങ്ങിക്കോട്ടെ. ഒന്ന് മുഖം കഴുകിയിട്ട് വന്നിരുന്ന് പഠിക്കും, അപ്പോൾ തലവേദനയൊക്കെ പോകും. നീ ഇങ്ങനെ ലക്ഷ്യബോധം ഇല്ലാതെ പഠിക്കാനാണെങ്കിൽ 2 അല്ല 5 വർഷം ആയാലും നീ എൻട്രൻസ് എഴുതി എടുക്കാൻ പോകുന്നില്ല. അത് ഓർമ്മ വേണം. നീ എണീറ്റാ? അല്ല, നീ നിന്റെ ചേട്ടനും തമ്മിൽ 11 വയസ്സ് ഡിഫറൻസ് ഉണ്ടാ? നിന്റെ ചേട്ടൻ എന്താ ആരുടെ അടുത്തും അങ്ങനെ മിണ്ടാത്തേ? എടി പുള്ളി ആളൊരു ഇൻട്രോവേർട്ടാണ്. എന്നോട് തന്നെ നേരെ സുഖം സംസാരിച്ചിട്ട് വർഷങ്ങളായി. പിന്നെ ആകെ റൂമിൻ്റെ പുറത്തിറങ്ങണതും ജോലിക്ക് പോകാനും ഫുഡ് കഴിക്കാനും മാത്രം. ആള് പണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇപ്പം എന്താ പറ്റി? അതൊക്കെ വിട്. നിൻ്റെ അച്ഛന് ട്രാൻസ്ഫർ ആയില്ലേ? ഇപ്പോൾ +1 അഡ്മിഷൻ എറണാകുളത്താണ് ട്രിവാൻഡ്രത്താണ്? ഇവിടുത്തെ കോച്ചിങ് കൊള്ളാൻ ചേച്ചി, അതല്ലേ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. അവൾക്ക് എന്തായാലും ഞാൻ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കും. അതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അഭിമനെ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. അതെന്തായാലും നന്നായി. എന്തൊരു കോമ്പറ്റീഷനാണ്. പിന്നല്ലാതെ. ഏയ് എനിക്കിന്ന് ബാങ്കിൽ പോകണ്ടേ? പോണം. അവ ഇങ്ങനെ തന്നെ ആൾക്കാരെ കണ്ട് അധികം സംസാരിക്കൂല. അപ്പം പഠിപ്പിയാണല്ലേ? അത്ര വലിയ പഠിപ്പൊന്നുമല്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പാസ് ചെയ്ത് നല്ല ജോലിയൊക്കെ കിട്ടി. അതുകൊണ്ടാണ് എന്നെ എഞ്ചിനീയർ ആവാൻ വേണ്ടി നിർബന്ധിക്കണം. ഒരു വീട്ടിൽ 2 എഞ്ചിനീയർമാർ, അതൊരു ഗമ തന്നെ. അതാണ്. അതുകൊണ്ടല്ലേ ഞാൻ അവന് +1 സയൻസ് എടുപ്പിച്ചത്. അതാവുമ്പം +2 കഴിയുമ്പോൾ ഏതിന് വേണമെങ്കിലും പോകാമല്ലോ. അരവിന്ദിന്റെ മോളെ ഏത് പേഴ്സണാണ് ഇവിടുന്ന്? അവൾ MBBS ഡോക്ടറാ? ഓ, അച്ഛനെന്നെ അങ്ങനെയായി കാണാൻ ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? എനിക്ക് ചോരേണ്ട പേടിയാണ്, തല ഇറങ്ങും. എന്നിട്ട് നീ അച്ഛനോടൊന്നും പറഞ്ഞില്ല? പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ അത് ഡോക്ടർ ആവുമ്പോൾ ശരിയാവുന്ന. അത് നീ വരച്ചാ? ഏത്? ഞാനൊന്നുമല്ല, ചേട്ടൻ മണ്ടപ്പോഴാണ് വരച്ചത്. ചേട്ടൻ ഇത്രയും നന്നായിട്ട് വരയ്ക്കുമോ? ഇതൊന്നൊന്നും അല്ല, നല്ല കിടിലം വർക്ക്സ് ഉണ്ട്. ഷീല, ഞാൻ ഇറങ്ങാണേ. അഡ്മിഷന്റെ പേപ്പേഴ്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ? അവൻ ഇതുവരെ ഇറങ്ങി വന്നില്ലേ? ഇല്ല. എടാ അഭിനന്ദേ, ഒന്ന് പോയി നോക്ക്, സമയം ഒരുപാടായി. രാവിലെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞാണ്, കേൾക്കേയില്ല. അബി, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? എടാ നീ ഇതൊരു റെഡി ആയില്ലേ? അച്ഛൻ ഇപ്പൊ ഇറങ്ങി നിൽക്കുന്നു, നിനക്കിപ്പോ 2 കിട്ടും കേട്ടാ. മക്കളെ ഡോറ് തുറക്കടാ. എടാ നീ കളിക്കാതെ ഡോറ് തുറക്കും മക്കളെ. അബി ഡോറ് തുറക്കും മക്കളെ. എടാ മക്കളെ, അവൻ ഡോറ് തുറക്കണില്ല. അവൻ എന്ത് ചെയ്യണോ? മക്കളെ ഡോറ് തുറക്ക. അയ്യോ ചേട്ടാ, ഓടി വായിട്ടാ. എന്ത് പറ്റിയേ? നിന്റെ ഓൺലൈൻ ക്ലാസ് നേരത്തെ കഴിഞ്ഞാടാ? കഴിഞ്ഞ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. ഇനി നിനക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഞാൻ അടുക്കളയിലല്ലേ നിന്നത്, പിന്നെ പോയ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് 2 ദിവസത്തിനകത്ത് വരും.
അന്നത്തെ ദിവസം രാവിലെ അവിടെ പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, അവൻ അവിടെ തന്നെ അഡ്മിഷൻ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അവൻ പറയണം അവന് ഈ എഞ്ചിനീയറിങ്ങിനൊന്നും താല്പര്യമില്ലെന്ന്. അത് അവനാണ് തീരുമാനിക്കുന്നത്. അവന് ലൈഫിനെ കുറിച്ച് എന്തോ അറിയാം. ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വാങ്ങിക്കുന്നതേ വെറുതെ ഒന്നുമല്ല. എടി നീ നോക്കിക്കോ, അവൻ +2 കഴിഞ്ഞ് എൻട്രൻസ് പാസ്സായി എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് മൂത്തവനെ പോലെ നല്ലൊരു ജോലി ഞാൻ അവനെ കയറ്റിയിരിക്കും. അല്ല, അഡ്മിഷനൊക്കെ ഒരുപാട് കാശാവൂലേ? അതൊക്കെ ആവും, നമുക്ക് നോക്കാം. എന്നെയോ എൻ്റെ അച്ഛൻ നേരെ പഠിപ്പിച്ചില്ല. നമ്മുടെ മക്കൾക്ക് ആ അവസ്ഥ വരാൻ പാടില്ല. നീ സമാനപ്പെടി, ഞാൻ നോക്കട്ടെ. അഭി മോനെ കഥ ഉറക്കടാ. അഭി കഥ ഉറക്കുന്നില്ല, വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല. ചേട്ടാ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് ചവിട്ടി പൊളി. ചേട്ടാ, അവരോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. എനിക്കാണെങ്കിൽ സയൻസ് ഗ്രൂപ്പേ പറ്റുന്നില്ല. അപ്പോഴാണ് എൻട്രൻസും എഞ്ചിനീയറിങ്ങും. ചേട്ടൻ ഒന്ന് അവരോട് സംസാരിക്കും. ചേട്ടാ, അച്ഛനും അമ്മയും വിചാരിക്കുന്ന പോലെ ഞാനൊരു ലക്ഷ്യബോധം ഇല്ലാതൊന്നും അല്ല ഇരിക്കുന്നത്. എനിക്കൊരു നല്ല ജേർണലിസ്റ്റ് ആവണം. അതിന് +1 ഹ്യൂമാനിറ്റീസ് എടുത്താലേ പറ്റുള്ളൂ. അവരുടെയൊക്കെ വിചാരം ഇതൊക്കെ ഒന്നും പഠിച്ചൊന്നും ആവില്ല എന്ന്. ചേട്ടാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എപ്പോൾ നോക്കിയാലും ആനിമേ നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ ദൈവമേ, എന്റെ കൊച്ചെക്കൊണ്ട് പോയോന്തോ. അയ്യോ അയ്യോ, എന്റെ കൊച്ചേ. ഞാനിവിടെ നിന്നാൽ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നെ തിരയേണ്ട. സമയമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. ചേട്ടാ, ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കിയായിരുന്നോ? എല്ലായിടത്തും നോക്കി, ഒരിടത്തും കാണാനില്ല. ചേട്ടാ, നമ്മളിനി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്താലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാ? വല്ല കുഴപ്പത്തിൽ ചെന്ന് ചാടിയാലോ? വെറും 10ാം ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. അവനിപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. ആ പാവത്തിന് ഈ വീട്ടിൽ നിന്ന് അനങ്ങാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ടോർച്ചറിങ് കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. തന്നെ മതി. ഇനിയെങ്കിലും ഞാനൊന്ന് സംസാരിച്ചോട്ടമ്മ. നീ മിണ്ടായിരടി, അവൻ പറയട്ടെ. മക്കൾ നന്നായിട്ട് വരാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതൊക്കെ നിനക്ക് ടോർച്ചറിങ് അല്ലേ? ഇത്രയും നന്നായിട്ട് നോക്കി വളർത്തിയ എന്നെ തന്നെ നീ പറയണോടാ. ചേട്ടാ ഒന്ന് സാറിന് നീ എന്ത് ഇങ്ങനെ? ചേട്ടാ, നിങ്ങൾക്കൊക്കെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത, ആരോടും സംസാരിക്കാത്ത ഒരാളായിട്ട് മാത്രമല്ലേ അറിയൂ. എങ്ങനെയുണ്ട് അച്ഛാ? കൊള്ളാം. അച്ഛാ, ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ഫീച്ചേഴ്സ് പഠിച്ചാൽ. പക്ഷെ അതിന് ഞാൻ പറഞ്ഞ കോളേജിൽ പോയി അനിമേഷൻ്റെ കോഴ്സ് പഠിക്കണം. അത് കഴിഞ്ഞ് അനിമേഷന് വേണ്ടി മാത്രം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അച്ഛൻ്റെ ഡ്രീം. അച്ഛൻ കണ്ടോ, ഞാൻ ഭാവിയിൽ കുറേ നല്ല അനിമേഷൻ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യും. നീ ഇത് വെച്ച് പടം പിടിക്കാൻ പോവാണോ? എടാ, നീ നന്നായിട്ട് വരയ്ക്കും, ആനിമേഷൻ ചെയ്യും. അതൊക്കെ നിൻ്റെ പാഷനാണ്. പാഷൻ ഒരിക്കലും പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല, മനസ്സിലായോ? അച്ഛാ, എനിക്ക് പക്ക പ്ലാൻ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അച്ഛാ പ്ലീസ് അച്ഛാ. നിനക്ക് എന്ത് പഠിച്ചാൽ നിൻ്റെ ഫ്യൂച്ചർ സേഫ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ഞാൻ അഡ്മിഷൻ എടുത്തത്. തൽക്കാലം നീ അത് മാത്രം ആലോചിച്ചാൽ മതി, മനസ്സിലായോ? രണ്ട് വിഷയത്തിന് സപ്ലി കിട്ടിയെന്നോ? എടാ, നിന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ. അമ്മ, എനിക്കത് പറ്റണില്ലമ്മ. പോർഷൻസ് ഒക്കെ നല്ല പാടാണ്. എത്ര പഠിച്ചിട്ടൊന്നും തലയിൽ കയറണില്ല. എടാ, ഇത് സെമസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ പറയണ്ടായിരുന്നാ? ശരി,
നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നെ ട്യൂഷൻ വല്ലതും കൊണ്ട് ചേർക്കാൻ പറയാം. അമ്മ അങ്ങനല്ല അമ്മ. ദേ ഞാൻ ഒരു കാര്യം പറയാം, ഈ സപ്ലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പാസ്സാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ നോക്ക്. നിൻ്റെ താഴെ ഒരാളും കൂടെ ഉള്ളതാണ്. എടാ നിൻ്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കാൻ പറ്റണമെന്നില്ലടാ. നമുക്ക് ജയൻ്റെ കൊച്ചിനെ കാണാൻ പോണ്ടേ? കൊച്ചിനെ കാണാനൊക്കെ പോകണം, പക്ഷേ ഇതൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യങ്ങളാണ്. അച്ഛ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അടുത്ത ഇനി എന്ത് ചെയ്യണമെന്നല്ലേ? ഇതിൽ ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് എക്സാമൊക്കെ ഉടൻ വരുന്നുണ്ട്. അതിന് പഠിക്കാൻ വേണ്ടുന്ന എല്ലാ പുസ്തകവും നിൻ്റെ റൂമിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പോയി നോക്ക്. അതുകൂടി പാസ്സായാലേ പിന്നെ അവൻ്റെ ലൈഫ് അവൻ നോക്കിക്കോളും. എടാ അവർ പറഞ്ഞത് കേട്ടതുകൊണ്ട് നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് നല്ല പഠിപ്പും ജോലിയും ശമ്പളവും ഒക്കെ ഉള്ള എൻ്റെ ലൈഫ് നല്ലതാണെന്ന്. ഞാൻ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെന്നെ എന്തോരം തളർത്തുന്നു എന്ന് നിങ്ങൾക്കറിയോ? ആൻറ്റി ഡിപ്രസൻസ് എടുത്താൽ ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് നിൽക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ എല്ലാവരോടും എനിക്ക് വെറുപ്പായി. ഞാൻ ആരോടും സംസാരിക്കാതെയായി. അച്ഛൻ എന്നോടൊന്ന് ചോദിച്ചില്ലേ എന്താ നേരത്തെ എഴുന്നേറ്റെന്ന്. ഒന്ന് ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാനൊക്കെ. പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് എന്താ സരിന അടിപൊളി, സരിൻ്റെ ലൈഫ് പെർഫെക്റ്റ്. പിന്നെ ഈ കത്തുണ്ടല്ലോ, ഇത് അവൻ എഴുതിയതല്ല. 3 വർഷം മുമ്പ് ഒന്നും സഹിക്കാൻ വയ്യാതെ ഞാൻ എഴുതിയതാണ്. പക്ഷെ അന്ന് എനിക്കിതൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ലാണ്ടായിപ്പോയി. അച്ഛൻ എപ്പോഴും പറയാറില്ലേ അച്ഛൻ കുറേ ലൈഫ് കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ്റെയോ എൻ്റെയോ ആഗ്രഹങ്ങളും മര്യാദക്കൊന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിരുന്നതിൽ അവനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നേനെ. മോനെ ഹലോ, അയ്യോ ഞാൻ എന്താ വരുന്നത്? എടി നീ ഫോണൊന്ന് വെച്ചേ. എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തേ? എനിക്ക് റിസൾട്ട് വന്നപ്പം 8A+ഉം 2A ഉള്ളൂ. അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫുൾ A+ വേണം, ഇല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞു. അതാണ് നിനക്കെന്തെങ്കിലും പറ്റിയ പിന്നെ അച്ഛനാരടിയുള്ളത്? ചേട്ടാ, പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ അവരാദ്യം ഓടിയെത്തേണ്ട പേരൻസിനടുത്തേക്കാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ
എത്ര കുട്ടികൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്? പിന്നെ മോളെ, ഈ 10 മാർക്കൊന്നും അല്ല നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ അതാദ്യം മനസ്സിലാക്ക്. ഇവിടുത്തെ പേരൻസ് കുട്ടികൾക്ക് ഒന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മോനെ, നമ്മുടെ അബി പേടിക്കണ്ട, അവൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. അച്ഛനെ ഇനിയെങ്കിലും ഒന്ന് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. മക്കൾ നന്നായിട്ട് പഠിച്ച് ഏറ്റവും നല്ല ജോലി വാങ്ങിച്ച് സേഫായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെന്നാണ് ഭൂരിഭാഗം മാതാപിതാക്കളുടെ ആഗ്രഹം. ആ ഒരു സ്വപ്നം റിയാലിറ്റി ആവാൻ വേണ്ടി എത്ര കഷ്ടപ്പെടാനും അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കാനും പാരൻസ് റെഡിയാണ്. പക്ഷെ അതേസമയം മക്കൾക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന് പല പാരൻസും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലാത്ത സ്ട്രീമിൽ പഠിച്ച് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്ത് സ്വന്തം കഴിവുകൾ പോലും പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ വീർപ്പ് മുട്ടുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട്. പാരൻസിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം മക്കൾ ജീവിക്കുമ്പോൾ അവർക്കവിടെ നഷ്ടമാവുന്നത് അവരുടെ ജീവിതമാണ്. സോ ഇനിയെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 10ലെയും +2ലെയും മാർക്കാണ് ജീവിതം, അത് കുറഞ്ഞു പോയാൽ പിന്നെ ലൈഫിലൊന്നും നേടാൻ പറ്റില്ലെന്നൊക്കെ ഉള്ള തെറ്റായ നറേറ്റീവ് ഇനിയെങ്കിലും കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കാതിരിക്കും. പാരൻസിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്തതിൻ്റെ പേരിലും അക്കാഡമിക് പ്രഷർ താങ്ങാനാവാതെ ഓരോ വർഷവും ഇന്ത്യയിൽ മാത്രം 10,000-കണക്കിന് കുട്ടികളാണ് അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കും റാങ്കും ഉള്ളവരൊന്നുമല്ല ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അത് സ്വന്തം സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരാണ്. നിങ്ങളുടെ മക്കൾ അവർക്കിഷ്ടമുള്ളത് പഠിക്കട്ടെ. തോറ്റാലും ജയിച്ചാലും നാളെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ കൂടെ കട്ടയ്ക്ക് നിങ്ങളുണ്ടെന്ന് ഓരോ പാരൻസും മക്കൾക്ക് ധൈര്യം നൽകിയ അവർ ജീവിതത്തിൽ ഒരിക്കലും തോക്കില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. മനുഷ്യൻ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.